ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ, രജത് ശർമ്മയുടെ ആപ്കെ അദാലത്ത്. നമസ്കാരം. ആപ്കെ അദാലത്തിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണ് ക്ഷണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ കോൺട്രവേഴ്സിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. പ്രധാനമായും ഇലക്ഷന്റെ സമയത്ത് ആരാണോ ഇലക്ഷനിൽ മത്സരിക്കുന്നത് അവരെക്കുറിച്ചാണ് ചർച്ച വരാറുള്ളത്. പക്ഷേ ഇദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ടിക്കറ്റ് അവരുടെ പാർട്ടി തന്നെ കട്ട് ചെയ്തു. എന്നിരുന്നാലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകളും കോൺട്രവേഴ്സിയും വിവാദങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. പ്ലീസ് ജോയിൻ യുവർ ഹാൻഡ്സ് ടു വെൽക്കം ജഗദീഷ് ടൈറ്റ്ലർ. ഇപ്പോൾ ആപ്കെ അദാലത്തിൽ ചോദ്യങ്ങളും വിചാരണയും നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ വിനോദ് ശർമ്മയുടെ അനുവാദം നമുക്ക് ആദ്യം ചോദിക്കാം. വിചാരണ തുടങ്ങാവുന്നതാണ്. വിചാരണ തുടങ്ങാൻ പോകുകയാണ്. ആപ്കെ അദാലത്തിൽ ജഗദീഷ് ടൈറ്റ്ലറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കെ അദാലത്തിൽ ജഗദീഷ് ടൈറ്റ്ലറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തന്റെ പാർട്ടിക്ക് ഒരു ഭാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ടൈറ്റ്ലർ സാർ, എപ്പോൾ ഇലക്ഷൻ വന്നാലും ശരി, 2-3 ഇലക്ഷനായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. ഓരോ പ്രാവശ്യവും ഇലക്ഷൻ വരുന്നതിന് മുൻപ് താങ്കളുടെ മേൽ കുറ്റം ആരോപിക്കാറുണ്ട്. താങ്കളുടെ പാർട്ടിക്ക് താങ്കൾ ഒരു ലയബിലിറ്റി ആയിട്ട് മാറിയോ? ഞാൻ ലയബിലിറ്റി ഒന്നുമില്ല. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓപ്പോസിറ്റിലുള്ളവരെ എന്നെ കണ്ട് പേടിക്കുക. ഞാൻ 4 ഇലക്ഷനിലും മത്സരിച്ച് 4ലും വിജയിച്ചു. പിന്നെ നിങ്ങൾക്ക് എത്ര വലിയ സ്റ്റാർ വെൽവെറ്റ് ഉണ്ടെങ്കിലും ശരി, മദൻലാൽ ഖുറാന ആവട്ടെ, കമൽലാൽ ഗുപ്ത ആവട്ടെ, വിജയകുമാർ മൽഹോത്ര, പിന്നെ വിജയകുമാർ ഗോയൽ, ഇവരൊക്കെ എത്രമാത്രം പേടിക്കുന്നു എന്ന് വെച്ചാൽ എന്നെ ഏതെങ്കിലും ഒരു കോൺട്രവേഴ്സിയിൽ പെടുത്തി എന്റെ പേര് ചീത്തയാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോ താങ്കൾക്ക് തോന്നുന്നത് താങ്കളുടെ പാർട്ടി താങ്കളോട് അന്യായം കാണിച്ചെന്നാണോ? ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല. ആ ഒരു പെർസെപ്ഷൻ അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തു. ഞാനും ടെലിവിഷൻ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഇത്രയ്ക്ക് മോശമായ ആളാണോ എന്ന്. സോ ഇമാജിൻ ചെയ്ത് നോക്കൂ, പാർട്ടിയെ എത്രമാത്രം നാണം കെടുത്താൻ നോക്കിയെന്ന് വെച്ചാൽ. അതായത് ഒരു 25 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യമാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കൊല ചെയ്ത കാര്യം. അതിനുശേഷം ജനങ്ങൾ ശരിക്കും കോപാകുലരായി. താങ്കൾക്കും സിഖ് ആൾക്കാരോട് കോപമുണ്ടായിരുന്നു? ഇല്ല, ഇന്ദിരാഗാന്ധിയെ കൊന്ന 2 പേരും സിഖുകാരായിരുന്നല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട അന്ന് ഞാൻ ഡൽഹിയിലില്ല, ഞാൻ അമേത്തിയിലായിരുന്നു. 1-ാം തീയതി രാവിലെ തന്നെ ഞാൻ ഫ്ലൈറ്റ് കയറി ലക്നൌവിലെത്തി. വന്ന ഉടൻ തന്നെ ഞാൻ അങ്ങോട്ടാണ് പോയത്. പിന്നെ രാജീവ് ഗാന്ധിക്കൊപ്പം തീർമൂർത്തി ഭവനിലേക്ക് പോയി. ഞാൻ ഇപ്രാവശ്യം ആ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ 3 വീഡിയോസും ദൂരദർശൻ എടുത്തതാണ്. ആരൊക്കെയോ പറയുന്നില്ലേ ജഗദീഷ് ടൈറ്റ്ലർ വേറെ എവിടെയാ ആയിരുന്നെന്ന്. എന്റെ പേരിൽ കുറ്റാരോപണം നടത്തുന്നവർ ഈ വീഡിയോ കാണട്ടെ. ഞാൻ രാജീവ് സാറിനൊപ്പം ഉണ്ടായിരുന്നു, മുഹമ്മദ് ഉന്നീസ് സാറിനൊപ്പം ഉണ്ടായിരുന്നു, അമിതാഭ് ബച്ചനൊപ്പവും ഉണ്ടായിരുന്നു, RK ധവാനൊപ്പവും ഉണ്ടായിരുന്നു, പിന്നെ വലിയ വലിയ ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പ്രസിഡന്റും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തു. സോ ഈ വീഡിയോ കള്ളമാവില്ല, ഇത് ദൂരദർശന്റേതാണ്. ഇത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. കാരണം ഈ കാര്യം കൊണ്ട് എന്റെ മനസ്സ് ഒരുപാട് വിഷമിച്ചു. കാരണം ഇതുകൊണ്ട് എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ മീഡിയാക്കളെ ആലോചിച്ച് ആശ്ചര്യപ്പെടുന്നു. ഞാൻ എപ്പോഴൊക്കെ അവർക്ക് സത്യം കാണിച്ചു കൊടുത്താലും അവർ കള്ളവും സത്യമല്ലാത്തതും ആരാണോ ക്രിമിനൽ അവർ പറയുന്നതാണ് പുറത്തു കൊണ്ടുവരിക. അവർ പറയുന്നത് ആരും ചെവി കൊള്ളില്ല. അതുകൊണ്ടാണ് ഞാൻ ആപ്കെ അദാലത്തിലേക്ക് തെളിവുമായി വന്നിരിക്കുന്നത്. ഇനി പബ്ലിക് വേണം ഡിസൈഡ് ചെയ്യാൻ ഞാൻ എത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ്. താങ്കളുടെ ഈ തെളിവുകൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ എല്ലാ സഹായം ഞങ്ങൾ ചെയ്യും. താങ്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും താങ്കൾക്ക് ഇവിടെ സംസാരിക്കാം. പെർസെപ്ഷൻ എന്താണോ അതിനെക്കുറിച്ചായിരിക്കും ഇവിടെ സംസാരിക്കുന്നത്. പബ്ലിക്കിന്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്. അതായത് ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെട്ട ആ ദിവസം ഡൽഹിയിൽ മാത്രം 3000 സിഖുകാർ കൊല ചെയ്യപ്പെട്ടു. ആ സമയത്തുണ്ടായിരുന്ന കോൺഗ്രസ് ലീഡേഴ്സിന്റെ ലിസ്റ്റിൽ താങ്കളുടെ പേരും ഉണ്ടായിരുന്നു. താങ്കൾക്ക് അവരോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് ജനങ്ങൾ കരുതുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കൊലയ്ക്ക് പകരം വീട്ടാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചു, അതുകൊണ്ടാണ് അതെല്ലാം സംഭവിച്ചെന്ന് പറയുന്നു. ദേഷ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആർക്കാണ് ദേഷ്യം വരാത്തത്? ദേഷ്യം സിഖ് സഹോദരന്മാരോട് കുടുംബത്തിലെ അംഗമാണ്. എന്റെ വിവാഹം ഗ്രന്ഥ് സാഹിബിന് മുൻപിൽ വെച്ചാണ് നടന്നത്. പിന്നെ ഞാൻ റെഗുലറായിട്ട് ഗ്രന്ഥ് സാഹിബിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവനാണ്. വൈഷ്ണവദേവി അമ്മയിലും എനിക്ക് ഈ വിശ്വാസമുണ്ട്. ഈ ആളുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇംപ്രഷൻ ഉണ്ടല്ലോ, കാരണം അവർക്ക് പാവപ്പെട്ടവനെ വേറെ ആരെയും കിട്ടിയില്ല. പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ താങ്കൾ ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച വ്യക്തി. എന്റെ അമ്മയും സിഖുകാരിയാണ്. കുടുംബത്തിൽ എല്ലാവരും സിഖ് മതത്തിലുള്ളവരാണ്. ഞങ്ങൾ 47-ൽ ലാഹോറിൽ നിന്നും അമൃത്സറിലേക്ക് വന്നു. ആ സമയത്ത് എൻ്റെ അച്ഛനെ 5-6 കഷ്ണങ്ങളാക്കി വെട്ടിക്കളഞ്ഞു. പിന്നെ എൻ്റെ അമ്മയാണ് ഞങ്ങളെ ഒരു ട്രെയിനിൽ വെച്ച് മുടിയൊക്കെ മുറിച്ചു കളഞ്ഞ് ട്രെയിനിലെ ബാത്റൂമിൽ അടച്ചിട്ട് ഏകദേശം 48 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളെ ട്രെയിനിൽ നിന്നും ഉടച്ച് വെളിയിലെടുത്തു. ഞങ്ങൾ അങ്ങനെയാണ് വന്നത്. സിഖുകാര് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തിട്ടില്ല. ദ ഹാൻഡ്ഫുൾ ഓഫ് അക്കാലീസ് അവർ പാർട്ടിക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് BJPക്കൊപ്പം ചേർന്ന്
താങ്കൾ ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്, താങ്കളുടെ അമ്മയും സിഖാണ്. പക്ഷേ ഈ ടൈറ്റിലർ എന്നുള്ള പേരെങ്ങനെ വന്നു? ആക്ച്വലി എൻ്റെ പേര് ജഗദീഷ് സിംഗ് കപൂർ എന്നാണ്. ടൈറ്റ്ലർ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഗുരുദ്വാരയിൽ ഞങ്ങളുടെ അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡൽഹിയിലെ പബ്ലിക് സ്കൂൾ, അതിനെ നവീൻ ബാർ സ്കൂൾ എന്ന് പറയും, അവിടെ ഒരു ഇംഗ്ലീഷ് വാദ്യാരുണ്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഇംഗ്ലീഷുകാർക്കൊപ്പം ജോലി ചെയ്തു. അദ്ദേഹം ലാഹോറിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. സോ ഞാനും പഠിച്ച ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. സോ അവരെവിടേക്കോ ചെന്ന് ഒരു 5 രൂപ വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നെ എൻ്റെ അമ്മ നവീൻ ബാർ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. 2-3 മാസം ഫീസ് കിട്ടാത്തതുകൊണ്ട് എൻ്റെ പേര് അവിടുന്ന് എടുത്തു കളഞ്ഞു. അപ്പോൾ വാദ്യാർ എൻ്റെ അമ്മയെ വിളിച്ച്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഫീസ് കിട്ടാത്തതെന്ന് ചോദിച്ചു. സാർ, ഭക്ഷണത്തിന് വഴിയില്ല, ഗുരുദ്വാരയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, പിന്നെ എങ്ങനെ ഫീസ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ശരി, ഞാൻ ഇവനെ നോക്കിക്കോളാം. അതുപോലെ അദ്ദേഹം നോക്കി. ഞാൻ എൻ്റെ പേര് പറഞ്ഞു, ഏതെങ്കിലും റിലീജിയൻ വൈസ്. താങ്കൾ ക്രിസ്ത്യാനിയായി? ഇല്ലല്ല, അങ്ങനെ ഒരു ചോദ്യത്തിന് എന്നെ സ്ഥാനമില്ല. ഞാൻ ക്രിസ്ത്യാനിറ്റിയെ ബഹുമാനിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ റിലീജിയനും ഒന്നാണ്. ബട്ട് സ്റ്റിൽ ഐ എം എ കട്ടർ ഹിന്ദു. നല്ല ഹിന്ദു. RSS BJP പോലൊന്നും അല്ല. ഇതുവരെ ഡൽഹിയിൽ 4 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച BJP ലീഡേഴ്സ് ആരുമില്ല. ഇപ്രാവശ്യവും ജയിച്ചിരുന്നെങ്കിൽ അത് റെക്കോർഡ് ബ്രേക്ക് ആയിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നുന്നത് പഴഞ്ചൊല്ലില്ലേ, നല്ലതിന് കാലമില്ലെന്ന്. ഈ ലോകം തന്നെ നന്നായിട്ട് പണിയെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ചില അക്കാലീസ്, ഞാൻ സിഖ് സഹോദരന്മാരെ അല്ല പറയുന്നത്, കാരണം അവർ നല്ലവരാണ്. ഇന്നു പോലും അവർ, നിങ്ങൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് പോകൂ, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഫാമിലിയെങ്കിലും എന്നെപ്പറ്റി ചീത്തയായി പറഞ്ഞെങ്കിൽ, അതായത് ജഗദീഷ് ടൈറ്റ്ലർ മോശമായവനാണെന്ന് പറഞ്ഞാൽ. ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. 31 ഒക്ടോബറിന് ശേഷം ഡൽഹിയിൽ വലിയ കൊലപാതകങ്ങൾ നടന്നു. തീർച്ചയായിട്ടും നടന്നു. താങ്കൾ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അതെ. താങ്കൾ സിഖുകാരായിട്ടുള്ള ആരെയെങ്കിലും സംരക്ഷിച്ചോ? 31 രാത്രി മുതൽ നവംബർ 12 തീയതി വരെ ഞങ്ങളെല്ലാവരും ഡ്രോയിങ് റൂമിൽ തറയിൽ കിടക്കുകയായിരുന്നു. ബാക്കി എല്ലാ ബെഡിലും സിഖ് സഹോദരന്മാരാണ് കിടന്നത്. അവിടെ സ്നോ വൈറ്റ് ഫാമിലി ഉണ്ടായിരുന്നു, സംഗീത് പൂരി ഫാമിലി ഉണ്ടായിരുന്നു, പൂരീസ് ഫാമിലി ഉണ്ടായിരുന്നു, 13B 12B, നമ്മുടെ 13B പോലും ഉണ്ടായിരുന്നു. അവരോട് തന്നെ ചോദിക്കൂ. സർദാർ ബജാറിൽ ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു, അവരെയും ജഗദീഷ് സാർ വിശദീകരണം നൽകിയിരിക്കുകയാണ്. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ. ഇദ്ദേഹത്തിന് ടിക്കറ്റ് നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ടിക്കറ്റ് കട്ട് ചെയ്തതും കോൺഗ്രസ് പാർട്ടിയാണ്. ഇദ്ദേഹത്തിന്റെ നേരെ പഴി ചുമത്തിയത് ചില സർദാർമാരാണ്. ജഗദീഷ് ടൈറ്റ്ലർ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് ആരാണ് തീരുമാനിക്കുക? നീതിപീഠം ഇപ്പോൾ 28-ാം തീയതി ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. അതിൽ ടൈറ്റ്ലർ സാർ നിരപരാധിയാണെന്ന് തെളിയുകയാണെങ്കിൽ പിന്നീട് ടിക്കറ്റിന്റെ കാര്യം എന്താകും? ഇതിനാരാണ് മറുപടി പറയുക? ടൈറ്റ്ലർ സാറാണോ അല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയാണോ? ഇപ്പൊ ഇത് പാർട്ടി തന്നെ വേണം ഡിസൈഡ് ചെയ്യാൻ. ഞാൻ എന്തു പറയാൻ? ഞാൻ പാർട്ടിയിൽ ഡിസിപ്ലിനായും സത്യസന്ധമായുമാണ്. നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണ്, പക്ഷെ ആരാണ് തീരുമാനം എടുക്കുക? അത് ജനങ്ങൾ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അതായത് CBI താങ്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകി, കോടതിയും താങ്കളെ വെറുതെ വിട്ടു. അങ്ങനെ കോടതിയിൽ ജഗദീഷ് ടൈറ്റ്ലറിന്റെ മേൽ ഒരു കേസുമില്ല. ആ സാക്ഷികളെല്ലാം കള്ളമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യും, പാർട്ടിയുടെ പണികൾ ചെയ്യും, പിന്നെ നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോൾ നോക്കും. പാർട്ടി ഓക്കെ എന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനെയല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റ്ലറിനോട് CBI അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മേൽ 25 വർഷമായിട്ടുള്ള ആ കുറ്റാരോപണത്തെക്കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കണം. സർദാറിനോട് ചോദിക്കൂ, കാളിയോട് ചോദിക്കൂ. ദൈവമേ, ഒരുപക്ഷെ സത്യം എന്നൊന്നുണ്ടെങ്കിൽ തീർച്ചയായും അപ്പോൾ അവർക്ക് ശിക്ഷ ലഭിക്കും. ആ ദൈവം തീർച്ചയായും ശിക്ഷിക്കും. ആ പേരുപയോഗിച്ച് നിങ്ങൾ എന്നെ ഒരുപാട് നാടൻ കെടുത്തി. ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജഗദീഷ് ടൈറ്റ്ലറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റ്ലറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം തനിക്കെതിരായി സാക്ഷി പറഞ്ഞവർക്ക് പ്രഷർ കൊടുത്തു എന്നുള്ളതാണ്. ടൈറ്റ്ലർ സർ, ഇംപ്രഷൻ ഇതാണ്. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്കെതിരായിട്ട് ഒരു കേസുമില്ല, ഒരു സാക്ഷി പോലും ഇല്ലെന്ന്. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതാണ്, താങ്കൾക്കെതിരായിട്ട് ആരും സാക്ഷി പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ അത്രത്തോളം പവർഫുൾ ആണ്, അതുകൊണ്ട് സാക്ഷി പറയാൻ ആരും വരില്ലെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ 84 കലാപത്തിന് ശേഷം 11 കമ്മീഷൻ ഉണ്ടായി. അതിൽ 7 കോൺഗ്രസ് ടൈമിൽ, 4 BJP ടൈമിൽ. അത് അദ്വാനിയാണ് നടത്തിയത്. അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ 10,000 അഫിഡവിറ്റ് വെച്ച് ഫയൽ ചെയ്തു. ആരും ജഗദീഷ് ടൈറ്റ്ലറിനെതിരായിട്ട് അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ല. അപ്പൊ ഞാൻ മന്ത്രിയല്ല, അപ്പൊ BJP ഭരണമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ആരും അഫിഡവിറ്റ് ഫയൽ ചെയ്തില്ല? 22 വർഷങ്ങൾക്ക് ശേഷം ഒരു നാനാവധി കമ്മീഷൻ നടന്നു. ഞങ്ങളുടെ ഭരണമായിരുന്നു അത് തുടങ്ങി വെച്ചത്. പിന്നെ 2 അഫിഡവിറ്റ് വന്നു.
ഒരു അഫിഡവിറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർദാർ സുരേന്ദ്ര സിംഗ് ഞാൻ 9 മണിക്ക് ടൈറ്റ്ലർ സാറിനോട് ഗുരുദ്വാര പുൽ പങ്കേഷിൽ സിഖുകാരെ അടിക്കാനായി പറഞ്ഞു എന്റെ അമ്മ മരിച്ചതിന്. പിന്നെ ഇത് വേണമെങ്കിൽ കണ്ടോളൂ, ഇത് ദൂരദർശന്റെ വീഡിയോസാണ്. ഇതിൽ 7:30 മണിക്ക് ഞാൻ വന്ന് അതേ ദിവസം ഞാൻ രാജീവ് ഗാന്ധിക്കൊപ്പം വലിയ വലിയ ലീഡേഴ്സിനൊപ്പം ഇന്ദിരാഗാന്ധിയുടെ മരണച്ചടങ്ങിൽ ഞാൻ 9 മണിവരെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ 9:30 മണിക്ക് എന്നെ കണ്ടു എന്ന് പറയുന്ന ആരെയാ കണ്ടത്? അതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ദൂരദർശന്റെ വീഡിയോ തന്നെയാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ തെളിയിക്കാൻ പോകുന്നത് അന്ന് രാവിലെ 7:30 മുതൽ താങ്കൾ ഇന്ദിരാഗാന്ധിയുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സത്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ തന്നെയാ ഉണ്ടായിരുന്നത്. ഞാൻ താങ്കളുടെ പക്കലുള്ള എല്ലാ എവിഡൻസും കാണുന്നതായിരിക്കും. ഇത് ജനങ്ങൾ കാണാൻ വേണ്ടിയുള്ള ആദ്യത്തെ എവിഡൻസ് ആണ്. ധവൻ സാർ കൂടെ ഉണ്ടായിരുന്നു, മുഹമ്മദ് യുനീത് സാർ കൂടെ ഉണ്ടായിരുന്നു, അമിതാഭ് ബച്ചനും ഉണ്ടായിരുന്നു, പിന്നെ മറ്റുള്ള ലീഡേഴ്സും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അത്രയും പേരുണ്ടായിട്ടും ആരും വാ തുറന്ന് പറഞ്ഞില്ലേ ജഗദീഷ് ടൈറ്റ്ലർ അവിടെ തന്നെ ഉണ്ടായിരുന്നു? എല്ലാവരും പറഞ്ഞു CBI ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ആ ഫിലിമിനകത്ത് എന്തൊക്കെ ഉണ്ടോ CBI ഓരോ എവിഡൻസും എടുത്തു. CBI 1300 എവിഡൻസിന്റെ അടുത്ത് പോയി വിചാരണ ചെയ്തു. ഇതുവരെ ആരും സ്വപ്നത്തിൽ പോലും അങ്ങനെ പോയി വിചാരണ ചെയ്തിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് വിചാരണകൾ നടന്നു. എനിക്ക് ഒരാളെ വാങ്ങാൻ പറ്റും, 2 പേരെ വാങ്ങാൻ പറ്റും. 1300 വിറ്റ്നസിനെ വാങ്ങാൻ പറ്റൂ, അതും സർദാർ വിറ്റ്നസിനെ വാങ്ങാൻ പറ്റൂ. അവർ കോൺഗ്രസിനോട് വളരെ ദേഷ്യത്തിലായിരുന്നു. എന്നെ വാങ്ങിച്ചു എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളുണ്ടാവോ? എന്നെ കുറ്റം പറഞ്ഞ ഒരാൾ പോലും അങ്ങനെ അയാളോട് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ആ വക്കീലിന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമാണ് ഈ ഫുൾ ഗെയിമും കളിച്ചത്. നിങ്ങൾ പോയി സുന്ദർ സിംഗിന്റെ ഫുൾ ഇന്റർവ്യൂവും കാണൂ. അത് മുഴുവനായിട്ട് 25 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിൽ 2 വക്കീലന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഗെയിം അവരുടേതാണ്. പറഞ്ഞത് സാക്ഷി പറഞ്ഞ ആൾ കള്ളം പറഞ്ഞെന്നാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അഫിഡവിറ്റ് നൽകിയിരുന്നു, പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തി എന്റെ അഫിഡവിറ്റ് മാറ്റി എഴുതിയെന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു അഫിഡവിറ്റാണ്, അതായത് CD. ഇതിൽ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ഉറുദു അറിയില്ല. ഞാൻ ഗ്രൂം കേക്ക് ഞാൻ തന്നെ പോയി അത് നാനാവതിക്ക് നൽകി. പേപ്പറും ഞാനാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ജഗദീഷ് ടൈറ്ററിനെ കണ്ടിട്ടേയില്ല. ഇദ്ദേഹത്തിന് പ്രഷർ കൊടുത്ത് ഞാൻ നാനാവതിയിലേക്ക് അയക്കാൻ പറ്റുമോ? ഇതിനു മുൻപ് നൽകിയത് അദ്ദേഹമാണ്. ഇതിലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. എന്നെക്കൊണ്ട് എഴുതിച്ചവരുടെ പേരും അതിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പരിക്ക് പറ്റിയതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ കിട്ടുമെന്ന്. ഇതും നിങ്ങൾ തീർച്ചയായും ഇട്ട് കാണിക്കും. തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതായിരിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഡൽഹിയിൽ നിന്ന് അദ്ദേഹം പഞ്ചാബിലേക്ക് പോയി ജഗദീഷ് ടൈറ്ററിന്റെ ആൾക്കാർ എന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ മറ്റൊരു ഫിലിം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛനും പറഞ്ഞു, അദ്ദേഹത്തിന്റെ സഹോദരനും പറഞ്ഞു, അവരവരുടെ മകനൊപ്പം ഗുരുദ്വാരയിലായിരുന്നു. അവരുടെ മകനും പോയി അങ്ങനെ തന്നെ പറഞ്ഞു. ശരി, ഞാൻ ഓരോ എവിഡൻസ് ആയിട്ട് ജനങ്ങളെ ആദ്യം ഈ സുന്ദർ സിംഗ്, അദ്ദേഹമാണ് ആദ്യത്തെ വ്യക്തി. ഇതിൽ സുന്ദർ സിംഗിന്റെ ടേപ്പും ഉണ്ടാവും, സുന്ദർ സിംഗിന്റെ ഫാദറിന്റെ ടൈപ്പും ഉണ്ടാവും, പിന്നെ സുന്ദർ സിംഗിന്റെ ബ്രദറിന്റെതും ഉണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ആപ്കി അദാലത്തിൽ ഇത്ര എവിഡൻസോടുകൂടി ഒരു അക്യൂസ്റ്റും വന്നതേയില്ല. ഞാൻ ഒരുപാട് വെറുത്തുപോയി. അതായത് നോക്കുകയാണെങ്കിൽ എന്റെ 40 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ ഡൽഹിക്കാർക്ക് നന്നായിട്ടറിയാം. ഇന്ന് രാവിലെ ഒരു ലേഡി വന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എന്നെ വിളിച്ചുകൊണ്ടുപോയി കള്ളം പറയിപ്പിച്ച് എത്ര ദിവസം ഭക്ഷണം നൽകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇത് മുഴുവൻ കാര്യങ്ങളെയും കളിയാക്കുന്നത് പോലെയാണ്. ചില സമയത്ത് എനിക്ക് പേടി തോന്നും. അവരെന്നെ ടാർഗറ്റ് ചെയ്ത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കുകയാണോന്ന് എനിക്കൊരു പേടിയുണ്ട്. യഥാർത്ഥ കൾപ്പിറ്റ് ആരാണ് അത് മനസ്സിലാക്കുന്നവരെ ജനങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്ന ഐ ക്യാൻ ഗിവ് യു 14 FIR. അതിൽ RSS BJP ലീഡേഴ്സിന്റെ പേരും ഉണ്ടായിരുന്നു. ആരും അത് ശ്രദ്ധിച്ചില്ലല്ലോ. സർക്കാർ താങ്കളുടേതല്ലേ? 5 വർഷം ഇരുന്നു, അതിന് മുൻപുള്ള 5 വർഷം താങ്കളുടെ സർക്കാർ. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, 84-ന് ശേഷം 5 ഭരണങ്ങൾ വന്നു. ഓൾറെഡി ടാർഗറ്റ് ഈസ് മീ. ബിക്കോസ് BJPക്ക് അകാലിസിന്റെ സഹായം വേണം. ഇപ്പൊ ഇലക്ഷൻ വന്നാലും ശരി. അപ്പൊ കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ടാണ് BJPയുടെ ആൾക്കാരെ പിടിക്കാഞ്ഞത്? എനിക്കും ഇത് ഷോക്കിംഗ് ആണ്. എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല എന്ന് എനിക്കറിയില്ല. വൈ നോട്ട്? ഞാൻ ഇന്നും പറയും, ആരാണോ ഈ കാര്യം ചെയ്തത്? 84 എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് തെറ്റാണ്. അവരെ തൂക്കിലേറ്റണം. പക്ഷെ ഇന്നസെന്റ് ആയ ആളെ നിർത്തിയിട്ട്
അവർ പോളിറ്റിക്സ് ചെയ്താൽ, സർദാർ പോളിറ്റിക്സ് ചെയ്താൽ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വന്ന് എന്നെ തോൽപ്പിക്കട്ടെ. ഒരു സർദാർജി പോലും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല. കണ്ട പാർട്ടീസിനോട് ഉത്തരം പറയേണ്ട ഒരു ആവശ്യവും എനിക്കില്ല. ഞാൻ സിഖ് ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ് ജയിച്ചു വരുന്നത്, സിഖ് ഫാമിലീസ് എന്നെ എങ്ങനെയാണ് ഗുരുദ്വാരയിലേക്ക് വിളിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നത്, അത് നോക്കണ്ടേ? ഇപ്പോഴും നോക്കൂ, എന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അവരുടെ കുടുംബത്തിൽ നിന്ന് 6 പേരെങ്കിലും വരും. ഞാൻ മീഡിയക്കാരോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവൻ നിങ്ങൾ കാണിച്ചു. അവർ 2 മണിക്കൂർ റോഡ് തന്നെ ബ്ലോക്ക് ചെയ്തു, സിഖുകാരെ ക്ലോസ് ചെയ്തു. ഒരു കാര്യം പോലും കാണിച്ചില്ല. 2 മണിക്കൂർ ഷൂട്ട് ചെയ്തു, ഒന്നും കാണിച്ചില്ല. കാരണം പബ്ലിക്കിൽ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടമാകുന്നത് അവർ കാണിച്ചില്ല. കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നും ഞാൻ തയ്യാറാണ്. ആരെങ്കിലും വന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഞങ്ങൾ ജഗദീഷ് ടൈറ്റ്ലർ അവിടെ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ, അപ്പൊ ഞാൻ എവിടെയായിരുന്നു എന്ന് പ്രൂഫ് കാണിക്കാം. എനിക്കെതിരെ സംസാരിച്ചവർ പോലും ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് പറയുന്നു. അവർ വീട്ടിലേക്ക് വന്നില്ലെന്ന് അവർ പറയുന്നു. CBI ക്ലീൻ ചീട്ട് നൽകിയത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമായോ? അപ്പൊ ഇതിന്റെ അർത്ഥം CBI എന്തെങ്കിലും ക്ലീൻ ചീട്ട് നൽകിയാൽ അവരെ കുറ്റവാളിയായി കരുതണം. ഈ രാജ്യത്തിന്റെ ഭരണയന്ത്രം തകർക്കണം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ അനുഭവിച്ച ഒരു അന്യായമാണ്. ദൈവം ഇങ്ങനെ ഒരിക്കലും ആരോടും ഇത് കാണിക്കരുത്. പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മേലുള്ള വിശ്വാസം തന്നെ പോയല്ലോ. ഒരു ജനറേഷനിൽ ആരും ഒന്നും കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തു പറയാൻ കഴിയും? എന്റെ മകൾ പോലും എന്നോട് പറയുന്നു, അച്ഛാ നിങ്ങളുടെ പേര് ഒരുപാട് ചീത്തയായി. ഇങ്ങനെ എന്റെ മകൾ തന്നെ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, മറ്റുള്ളവരൊക്കെ എന്ത് വിചാരിക്കും? പിന്നെ ഈ ഡാം, അക്കാലീസ്, അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. എത്രയാന്ന് വെച്ചാൽ അവർ ഗ്രന്ഥ് സാഹിബ് വായിക്കും. ഞങ്ങൾ എത്രമാത്രം ഗ്രന്ഥ് സാഹിബിനോട് തലകുനിച്ച് മാപ്പ് ചോദിക്കുന്നുവോ, അവർ ഗ്രന്ഥ് സാഹിബ് തുടർച്ചയായി വായിക്കും. അങ്ങനെയുള്ളവർ കള്ളം പറയുമ്പോൾ ഈ അക്കാലിസ് ഗ്രന്ഥ് സാഹിബ് ഉപയോഗിച്ച് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. അതിനുവേണ്ടി കള്ളം പറയുന്നു. ഇന്നുപോലും നോക്കൂ, ഞാൻ ഇവിടെ വരുമ്പോൾ തെളിവുമായാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും പറയാണ്, വലിയ വലിയ ലീഡേഴ്സിനോട് പറയൂ, ബാദലിനോട് പറയൂ, അദ്ദേഹത്തിന്റെ മകനോട് പറയൂ, ഗുരുദ്വാര പ്രബന്ധ് കമ്മിറ്റിയോട് പറയൂ. ടൈറ്റിൽ സാറിനെതിരായി ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റൂ? ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ ഇന്ന് പറയുന്നു, പേര് ചീത്തയാക്കി. എത്രമാത്രം എന്ന് വെച്ചാൽ എന്റെ പാർട്ടിയെ പോലും എംപാരസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ താങ്കൾ നൽകിയ തെളിവുകൾ നമുക്ക് നോക്കാം. സുരേന്ദർ സിംഗ് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം എങ്ങനെയാണ് കള്ളം പറഞ്ഞതെന്നുള്ള തെളിവുകളാണ് ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അതും നമുക്കൊന്ന് നോക്കാം. जिस वक्त भारतीय जनता पार्टी का राज आया तो मैं उस वक्त ये कहा भी जिन्हों के नुकसान हुए ने, सट्टां लगियां ने, उन्होंने मुआवजा मिलेगा। तो मैं वो मुआवजा लैन वास्ते जिहड़े कि वकील सन उन्होंने नाल गल की, उन्होंने जो मजबूर बनाया वो अंग्रेजी च बनाया तो मेथों उहदे ते साइन करा। ਤੇ ਦੂਸਰਾ, ਜਦੋਂ ਮੈਨੂੰ ਪਤਾ ਲੱਗਾ ਕਿ ਉਹਦੇ ਵਿੱਚ ਤਾਂ ਸ੍ਰੀ ਜਗਦੀਸ਼ ਟੈਟਲਰ ਦੇ ਖਿਲਾਫ ਲਿਖਿਆ, ਤਾਂ ਮੈਂ ਦੁਬਾਰਾ ਐਫੀਡੇਵਿਟ ਦੇ ਕੇ ਆਪਣਾ ਸਪਸ਼ਟੀਕਰਨ ਦੇ ਦਿੱਤਾ ਕਿ ਮੈਂ ਜਗਦੀਸ਼ ਜੀ ਨੂੰ ਨਹੀਂ ਵੇਖਿਆ. ഈ സുരേന്ദർ സിംഗ് ആദ്യം ഒരു കാര്യം പറഞ്ഞു, പിന്നീട് അത് മാറ്റിയിരിക്കുകയാണ്. പിന്നെ താങ്കൾ പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹവും ഇയാൾ കള്ളം പറഞ്ഞതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് തുണയായിരുന്നു. അദ്ദേഹത്തിന്റെ അനിയനും ഉണ്ടായിരുന്നു. നമുക്ക് അത് രണ്ടും നോക്കാം. ഇദ്ദേഹത്തിന്റെ ഫാദർ പിന്നെ ബ്രദർ, ഇവർ രണ്ടുപേരും എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. आपने कभी जगदीश टाइटलर को दंगों के बीच में या लोगों के साथ देखा आपने? कोई उनका कि आपको किसी लोगों की आगे उनका वहाँ उनका हाजिरी थी उनकी उसमें, या उन्होंने लोगों को उकसाया उसके लिए? ना जी, क्योंकि दूर दूर तक भी दिखाई नहीं। सुरेंद्र सिंह जो आपके बेटे हैं, जो वहाँ के ग्रंथी थे, वो बार बार एक बयान दे रहे हैं कि मैंने वहाँ पे जगदीश टाइटलर को दंगा लोगों को उकसाते हुए देखा, जो लोग दंगा कर रहे थे। तो इस बात में कितनी सच्चाई है? इसमें वो 100% झूठ बोल रहा है। दंगे के समय आपने कभी जगदीश टाइटलर जी को या किसी और को वहाँ दंगों को भड़काते हुए या लोगों को भड़काते हुए देखा? नहीं, बिल्कुल नहीं देखा आपने। 84 के दंगों के बारे में कभी सीबीआई ने आपसे कोई जानकारी प्राप्त करने की कोशिश की या आपने उनको देने की कोई कोशिश की? नहीं, सीबीआई को ਅਸੀਂ ਆਪ ਜਾ ਕੇ ਉੱਥੇ ਬਿਆਨ ਲੈ ਕੇ ਆਏ ਆ ਜੀ। ਅਸੀਂ ਕੁਲਮੰਗਲ ਗੁਰਦੁਆਰੇ ਹੀ ਜਿੱਥੇ ਦੱਸਿਆ ਜਾ ਰਿਹਾ ਕਿ 3 ਕਤਲ ਹੋਏ ਆ, ਉੱਥੇ ਅਸੀਂ ਪੂਰਾ ਦਿਨ ਔਰ ਰਾਤ ਦੇ 11 ਵਜੇ ਤੱਕ ਉੱਥੇ ਅਸੀਂ ਕਿਸੇ ਜਗਦੀਸ਼ ਟੈਟਲਰ ਨੂੰ ਜਾਂ ਕਿਸੇ ਹੋਰ ਨੇਤਾ ਨੂੰ ਵੀ ਕੋਈ ਦੰਗੇ ਭੜਕਾਉਂਦਿਆਂ ਨਹੀਂ ਮੈਂ ਦੇਖਿਆ. രണ്ടാമതായി താങ്കൾ പറഞ്ഞത്
ജസ്ബീറിനെ കുറിച്ചാണ്. അതെ, ജസ്ബീർ. ആ, ജസ്ബീർ ജസ്ബീർ. എന്ത് പറഞ്ഞു എന്ന് വെച്ചാ 3-ാം തീയതി ആലോചിച്ച് നോക്കൂ, 3-ാം തീയതി 35 കിലോമീറ്റർ ദൂരെ വന്ന് രാത്രി കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ സുജാ സിംഗിന്റെ വീട്ടിലായിരുന്നു. ആർമിയുടെ അടുത്തും പോലീസിന്റെ അടുത്തും ഞാൻ RTC ചോദിച്ചു. അതായത് 3-ാം തീയതി കർഫ്യൂ. ജനങ്ങൾ ആരെയും അവിടെ കണ്ടില്ല. പക്ഷെ അദ്ദേഹം കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ക്രൗഡിൽ മിനിസ്റ്റർ വന്നെന്ന്. ഞാനൊരു ഓർഡിനറി MP ആണ്, ഞാൻ ഫിയറ്റിൽ വന്നു. പിന്നെ പറഞ്ഞു മിനിസ്റ്റർ വന്നു, അദ്ദേഹത്തെ ചുറ്റി പോലീസ് നിന്നു. അദ്ദേഹം ക്രൗഡിനോടൊക്കെ പറഞ്ഞു, ഈ ഏരിയയിൽ സിഖുകാരെ അധികമില്ല, ഞാൻ സിഖുകാരെ കൊന്നില്ലെങ്കിൽ ഞാൻ മിനിസ്റ്റർ അടുത്ത് എങ്ങനെ പൊസിഷൻ ഉയർത്തി കാണിക്കുന്നു ന്യൂസ് പറഞ്ഞു. പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു ഇന്റർവ്യൂ നോക്കിയാൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാ, ഞാൻ 2000 കൊടുത്ത ഇന്റർവ്യൂ നോക്കുകയാണെങ്കിൽ ജഗദീഷ് ടൈറ്റ്ലർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഭഗത് ഏരിയയിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാ എന്റെ ഏരിയയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, എന്റെ ലീഡറിനോട് എന്ത് പറയാൻ. അന്ന് രാത്രി നോക്കുകയാണെങ്കിൽ സുർജിത് സിംഗിന്റെ വീട്ടിലായിരുന്നു. പക്ഷെ സുർജിത് സിംഗ് ഇദ്ദേഹത്തെ ആരാണെന്ന് പോലും അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ വാക്മൂലവും ശരി, കൊണ്ടുവന്നു. സുചത് സിംഗ് ഇപ്പോ അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. कोई जसवीर को मैं नहीं जानता, ना देखा ही ना, मतलब उन्होंने आप कभी उनसे नहीं मिले? कभी कभी भी नहीं, कभी वो किसी तरह की कोई चर्चा उनकी ना कोई आपसे किसी कोई बिल्कुल कभी नहीं हुई। तो अब तक नहीं हुई। जसवीर सिंह जी का कहना है कि वो 84 के दंगों के बाद आपके यहाँ आए ठहरे वो, इसमें इस बात में कितनी सच्चाई है? और ये बिल्कुल झूठा और फरेबी इंसान है। बल्कि ये जब अखबारों में आया तब मैंने गुरचरण बब्बर से पूछा, मैं ये लफ्ज़ मेरे थे, मैं ये कुत्ता कौन है जब ऐसे भौंकता था, लफ्ज़ मेरे ये थे कि नहीं ये जमुना पार का रहने वाला मैं, जो उसने मेरा नाम क्यों लिया जब मैं उसे जानता नहीं, पता नहीं, मेरे घर आया नहीं, क्यों ये पेपरों में आ गया। ഈ ബേസിസിലാണ് CBI എൻക്വയറി ചെയ്തത്. ഹോം മിനിസ്റ്റർ എൻക്വയറി ചെയ്തു. പിന്നെ CBIക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ മനുഷ്യരോട് ചോദിക്കൂ, ജഡ്ജിനോട് ചോദിക്കൂ. ഇത്രയും പ്രശ്നങ്ങൾ ആയതിനു ശേഷം, ഇത് കള്ളമാണെന്ന് തെളിഞ്ഞതിനു ശേഷം അവർ എനിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്നു. പക്ഷെ എല്ലാവരും ഒച്ച വെക്കുന്നു. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും പക്ഷെ ആ സംശയം പോലും ഇല്ല. അതിന് ഞാൻ ദൈവത്തോട് വേണം നന്ദി പറയാൻ. 82-84 വയസ്സായും അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വാക്മൂലം മേടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? പിന്നെ പറയും ഞാൻ കള്ളം പറയുകയാണെന്ന്. ക്യാൻ യു ഇമാജിൻ രജിത് സർ? അവൻ എന്നെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയെന്നറിയോ? അതായത് 25 years. എല്ലാവരും എന്നെ വിടാതെ പിന്തുടർന്നു, അതും ഒരു കാരണവുമില്ലാതെ. താങ്കളുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് കാണുന്ന ജനങ്ങളും അത് മനസ്സിലാക്കുമെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കും. മീഡിയ പോലും എന്ത് റോളാണ് പ്ലേ ചെയ്തത്? മീഡിയയിൽ എന്നെ വളരെ മോശമായി നാണം കെടുത്തി. ഒരുപക്ഷെ ലേബിളാണെങ്കിൽ ആ സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് 100 കോടി വാങ്ങിയേനെ. ഏകദേശം 100 കോടി. കാരണം അത്രമാത്രം കള്ളങ്ങളാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. ലൈഫിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചു പോലും നോക്കിയിട്ടില്ല എന്റെ അഭിമാനം ഇത്രമാത്രം നശിക്കുമെന്ന്. അവർ അസത്യം ഊതി വീർപ്പിച്ചു. ഇത് ഇന്ത്യയാണ്, ഇതൊരു ഡെമോക്രാറ്റിക് നാടാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഇതിൽ തന്നെ കള്ളമുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. ഏജൻസീസിനെ വിശ്വസിക്കില്ല, ജനങ്ങളെ പോലും വിശ്വസിക്കില്ല. പറയുകയാണെങ്കിൽ മീഡിയ വളരെ പവർഫുൾ ആണ്. ഗവൺമെന്റിനെ പിടിക്കും, ക്രിമിനൽസിനെ പിടിക്കും. പക്ഷെ ഇപ്പൊ മീഡിയ എന്നോട് കാണിച്ചത് കണ്ടില്ലേ? ഞാൻ ഇവരുടെ മുൻപിൽ പൊട്ടിക്കരഞ്ഞു, തെളിവ് കൊണ്ടുപോയി കാണിച്ചു. പക്ഷെ ആരും അത് ചെവി കൊണ്ടില്ല. ഞാൻ പ്രൂഫ് കൊണ്ടുപോയി മീഡിയയുടെ കയ്യിൽ കൊടുത്തു. ആരും അത് ശ്രദ്ധിച്ചില്ല. എല്ലാവരുടെ കയ്യിലും പേപ്പറുകളുണ്ടായിരുന്നു. എന്തു പറയുന്നു അതാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. അവരെത്ര കള്ളം പറഞ്ഞാലും അതാണ് സത്യം. ഇന്ന് പബ്ലിക്കിന്റെ മുൻപിൽ ഞാൻ എത്രമാത്രം തെന്നി വീണു എന്ന് വെച്ചാൽ അതെനിക്ക് അപമാനമാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഈ ഗുരുദ്വാര കമ്മിറ്റി പീപ്പിൾ എല്ലാവരും ഒന്നായി. എല്ലാവരും. ആ ലേഡീസ് എന്തു ചെയ്തു? അവരുടെ കുട്ടികൾ എന്തു ചെയ്തു? ആ സ്ത്രീകൾക്ക് ആരെങ്കിലും ജോലി വാങ്ങി കൊടുത്തു കാണോ? വീട് വാങ്ങിക്കൊടുത്തോ? പക്ഷെ ഞാൻ വീട് വാങ്ങി കൊടുത്തിട്ടുണ്ട്, ജോലി വാങ്ങി കൊടുത്തിട്ടുണ്ട്, ഫാമിലിയെ രക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഭക്ഷണം നൽകിയിട്ടുണ്ട്, വീട്ടിലേക്ക് ആവശ്യമുള്ളത് നൽകിയിട്ടുണ്ട്. നന്ദ സർ ഇപ്പൊ ജീവനോടെയല്ല, എസ്കോട്ട്സിന്റെ മുതലാളി. പിന്നെ അപ്പോളോ കമ്പനിയുടെ ഗ്രൂപ്പ്, ഞാൻ അവരുടെ അടുത്ത് 7-8 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങി ഗുരുദ്വാരയിൽ നൽകി, അമ്പലം ശരിയാക്കാൻ, ഫേർണിച്ചർ ശരിയാക്കാൻ. അവരെത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നിങ്ങളോട് ആരാണോ വഴക്കിടുന്നത് അങ്ങോട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകൂന്ന്. ഞാൻ ഇതേ ഗുരുദ്വാരയിലുള്ള ആളുകൾക്കാണ് 7 ലക്ഷം രൂപ പണം കൊണ്ടുപോയി കൊടുത്ത് എല്ലാം ശരിയാക്കാൻ പറഞ്ഞത്. ഓരോ ഗുരുദ്വാരയും ഞാൻ ശരിയാക്കി. എനിക്കത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഗുരുവിന്റെ വീട് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഈ ജനങ്ങൾ സർദാറിനോടും അകാലികളോടും ചോദിച്ചു,
ദൈവമേ, ഇത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ ലഭിക്കും. ദൈവം നിന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ അപമാനിച്ചു. എല്ലാവരും പറഞ്ഞു ജഗദീഷ് ടൈറ്റ്ലർ നാടകം കളിക്കാണെന്ന്. എന്റെ ഹൃദയം കത്തുകയായിരുന്നു. കാരണം അവരെന്നെ മുഴുവനായിട്ട് നശിപ്പിച്ചു, എന്റെ കുടുംബത്തെ നശിപ്പിച്ചു. എന്റെ കുടുംബം ഭക്ഷണത്തിന് വഴിയില്ലാത്ത കുടുംബമല്ല, എല്ലാവരും നന്നായി ജീവിച്ചവരാ. പിന്നെ എന്റെ വീട് കേഴ്സൺ റോഡിൽ എയർ ഇന്ത്യ ബിൽഡിങ്ങിന്റെ മുൻപിൽ. ഇതിനു മുൻപുണ്ടായിരുന്ന ടൈറ്റ്ലർ ഒരു അഡ്വൈസർ ആയിരുന്നു, ഒരു നല്ല വെൽ നോൺ പേഴ്സണാലിറ്റി. ഞങ്ങൾ കൊണൌട്ട് പ്ലേസിലേക്കൊക്കെ പോവുമായിരുന്നു. ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ ബക്കിങ്ങിലേക്ക് പോവുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ജീവിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും നീചമായ ഒരു പണി ഞാൻ ചെയ്യൂ? ഞാൻ സിഖ് ഫാമിലിയാണ്, സിഖ് ഫാമിലിയിൽ ഉള്ളവനാണ്, ഗുരുവിനെ വണങ്ങുന്നവനാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവനാണ്. നിങ്ങൾക്കറിയോ, ഇന്ന് ഞാൻ ഒരു 10-15 കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നവനാണ്. ആയിരക്കണക്കിന് സ്ത്രീകളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മാസവും വിധവ സ്ത്രീകളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 35 വർഷങ്ങളായി വിധവ സ്ത്രീകളുടെ കല്യാണം ഞാൻ നിർത്തിയിട്ടേ ഇല്ല. അവർക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? ഞങ്ങൾക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ താങ്കൾക്ക് എന്തെങ്കിലും അന്യായം നടന്നിരുന്നാൽ അത് ദൈവം മീഡിയയുടെ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. തീർച്ചയായും ശിക്ഷ ലഭിക്കും. നമുക്കിപ്പോ ഒരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ജഗദീഷ് ടൈറ്റ്ലറിനോട് അദ്ദേഹത്തിന്റെ പാർട്ടിയെക്കുറിച്ച് ചോദിക്കാം. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്റെ പാർട്ടിക്ക് ഒരു ബാധ്യതയായിട്ട് മാറിയോ, അല്ല പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും അന്യായം ചെയ്തോ? ബ്രേക്കിന് ശേഷം നമുക്ക് നോക്കാം. ഞാൻ ഒരു ഒറ്റ ആളായി നിന്ന് ഇന്ദിരാഗാന്ധിക്ക് സേവനം ചെയ്തു. 4 പ്രൈം മിനിസ്റ്റേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തു. ഒരു കൊമ്പനും ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ വളരെ ലോയൽ ആയിരുന്നു. ആരോടാണെങ്കിലും എവിടെ വേണമെങ്കിലും എനിക്കിത് പറയാൻ കഴിയും. ഒരുപക്ഷെ എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ആരോടും ഞാൻ ബ്ലെയിം ചെയ്യില്ല. ആപ്കി അദാലത്തിൽ ഇവിടെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ലീഡറായ ജഗദീഷ് ടൈറ്റ്ലറിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റ്ലറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം കാരണം പാർട്ടിക്ക് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്നു എന്നുള്ളതാണ്. ടൈറ്റ്ലർ സർ, താങ്കൾ പറയുന്ന കാര്യം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മീഡിയ താങ്കൾ പറഞ്ഞത് കേട്ടില്ല. അതുപോലെ തന്നെ BJP-ക്കാരായിരിക്കും ഒരുപക്ഷെ താങ്കളെ ഒരു കുറ്റവാളി എന്ന രീതിയിൽ ചിത്രീകരിച്ചത്. പക്ഷേ താങ്കളുടെ പാർട്ടിയിലുള്ളവർ പോലും അവരെന്താ പറയുന്നത് വെച്ചാൽ താങ്കൾ കാരണം എംബാരസ് ആയി എന്നുള്ളതാണ്. നോക്കൂ, ഇങ്ങനെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആര് വേണമെങ്കിലും എംബാരസ് ആവാം. പാർട്ടിയെ വിട്ടേക്ക്. കുടുംബത്തിലുള്ളവർ പോലും എംബാരസ് ആയി. അത് അവരവരുടെ വീക്ഷണമാണ്. ഇപ്പോൾ അവിടെ ഉള്ളത് പ്രൈം മിനിസ്റ്റർ സർദാർജിയാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്റർ. അടുത്തതായി സോണിയാഗാന്ധി ഇസ് എ വെരി നോബിൾ ലേഡി. അവരെപ്പോഴും പോളിറ്റിക്സ് ക്ലീൻ ആയിരിക്കണമെന്ന് വിചാരിക്കുന്ന ആൾ. മേ ബി ഷീ തിങ്സ് ജനങ്ങളുടെ പെർസെപ്ഷൻ ഉണ്ടായിരിക്കാം. എനിക്ക് ടിക്കറ്റ് നൽകാതിരുന്നാൽ ഒരുപക്ഷെ അത് ഇംപ്രൂവ് ആയിരിക്കാം. പഞ്ചാബിലെ ജനങ്ങൾ, അതിലും ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കാം. ഇതെല്ലാം ഞാൻ മീഡിയയിലൂടെയാണ് കേട്ടത്. എന്റെ പാർട്ടി എന്നോട് പറഞ്ഞില്ല. ഇതെല്ലാം എനിക്ക് മനപ്രയാസമാണ് ഉണ്ടാക്കിയത്. പിന്നീടാണ് ഞാൻ വിചാരിച്ചത്, എന്തുകൊണ്ടാ പോളിറ്റിക്സിൽ ഇങ്ങനെ? ഞാൻ പാർട്ടിയേക്കാൾ വലിയ ആളൊന്നുമല്ല. ഞാൻ ഒരു ദിവസം സോണിയാജിയോട് പറഞ്ഞു. ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, മാഡം, ഞാൻ ബേസിക്കലി കോൺഗ്രസ്മാൻ ആയിരിക്കുന്നത് കൊണ്ട് ഈ പാർട്ടിയിലേക്ക് വന്നില്ല. കോൺഗ്രസ്മെന്റെ ഐഡിയോളജി എന്താണെന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇന്ദിരാജിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഞാൻ സഞ്ജയിനൊപ്പം വന്നു. ദെൻ രാജീവ് കെയിം. ദെൻ യു ആസ് എ ഫാമിലി കെയിം. ഞാൻ കോൺഗ്രസ് ഫാമിലി എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നതായിരിക്കും എനിക്ക് സന്തോഷം. അപ്പാർട്ട് ഫ്രം ദ കോൺഗ്രസ് ഐഡിയോളജി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. പക്ഷേ എപ്പോ ആ പാർട്ടി എംബാരസ് ആയോ അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആസ് എ ലീഡർ ഐ ക്യാൻ ഫീൽ. അതുകൊണ്ടാണോ താങ്കളുടെ പാർട്ടിക്ക് താങ്കൾ ഒരു എംബാരസ്മെന്റ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ പാർട്ടിക്ക് തോന്നിയോ? ജഗദീഷ് ടൈറ്റ്ലർ സജൻ കുമാറെ അവിടെ മത്സരിക്കാൻ വിട്ടതുകൊണ്ട് താങ്കൾക്ക് എംബാരസ്മെന്റ് ഉണ്ടായി? പഞ്ചാബിൽ പാർട്ടിക്ക് നല്ല വിന്നിംഗ് ചാൻസ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഇതിനു മുൻപും ഒരു പ്രാവശ്യം നടന്നു. അവര് ഞങ്ങൾക്ക് ടിക്കറ്റ് നൽകരുതെന്ന് തീരുമാനിച്ചപ്പോൾ ഫസ്റ്റ് ഡൽഹിയിലെ സീറ്റ്സ് നഷ്ടമായി, പിന്നെ പഞ്ചാബിലെ സീറ്റ്സും നഷ്ടമായി. സോ അതിന് ഒരു എഫക്റ്റും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അവിടെ ഡൽഹി വിൻ ചെയ്യണമായിരുന്നു അല്ലേ? പഞ്ചാബിൽ ചില സീറ്റ്സ് എങ്കിലും ലഭിക്കണമായിരുന്നു അല്ലേ? പക്ഷെ ഒന്നും കിട്ടിയില്ല. അവിടെ ഡൽഹി നഷ്ടമായി. അതിലൊരു പെർസെപ്ഷനും ഉണ്ടായിരുന്നില്ല. വോട്ട് വരും, സീറ്റ് വരും, അതല്ലാതെ വേറൊന്നുമില്ല. ഒരുപക്ഷെ ലീഡേഴ്സ് എല്ലാം അങ്ങനെ ചിന്തിച്ചു കാണും. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ ഞാൻ വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയി മാറും. കാരണം ഞാൻ വളരെ കാലമായി പോളിറ്റിക്സിലുണ്ട്. വളരെ സ്ട്രോങ് ആയി ഞാൻ മാറി. ഒരുപക്ഷെ ഇതാണ് സമയം എന്ന് അവർ വിചാരിച്ചു കാണും. ഐ തിങ്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത. ഞാനൊരു വീക്ക് പേഴ്സൺ ഒന്നുമല്ല. പക്ഷേ ഞാൻ ചെയ്തു. ഇത്ര വർഷങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പാർട്ടിയുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. അതിന് പാർലമെന്റിൽ മെമ്പർ ആയിരിക്കണമെന്ന് ആവശ്യമില്ല. താങ്കളുടെ പാർട്ടിയിൽ തന്നെ താങ്കളെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടുതലുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ഇത് എന്റെ അവസരം, എന്റെ പെർസെപ്ഷൻ മാത്രമാണ്.
ഇതെല്ലാം വൺ പെർസെപ്ഷൻ ആണ്. ഞാൻ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചതിന് ശേഷവും എന്തിനെ പണിഷ് ചെയ്യണം? ഒരുപക്ഷെ എനിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചില്ലെങ്കിൽ അതിലൊരർത്ഥമുണ്ട്. പക്ഷെ എനിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചതിന് ശേഷം അതിൽ ഒന്നുമില്ല, അതിലും ഒരു അർത്ഥമുണ്ട്. ഇതുവരെ എന്റെ വീട്ടിലേക്ക് ഒരു കോൺസ്റ്റബിൾ പോലും വന്ന് ചോദ്യം ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം പോലും എന്നെ സ്റ്റേഷനിലേക്ക് ആരും വരാൻ പറഞ്ഞിട്ടില്ല. നോ, ക്വസ്റ്റ്യനേ ഇല്ല. ഇതാ നോക്കൂ, എന്റെ പക്കൽ പഴയ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ട്. 91 തൊട്ട് ഈ പേപ്പറിലെ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് വളരെ പഴയ പേപ്പറാണ്. അപ്പോഴേ ഈ ന്യൂസ് ഒക്കെ വന്നിരുന്നു. കീപ് സജൻ ടൈറ്റിലർ ഔട്ട്, അമരേന്ദർ സിംഗ് ഡിമാൻഡ്. പിന്നെ ആ സമയത്ത് 91 പറഞ്ഞിരുന്നു ഇതിന് പാർട്ടി തീർച്ചയായിട്ടും പഞ്ചാബിൽ പേഡ് ദി പ്രൈസ് എന്ന്. റിഫ്റ്റ് ഓവർ സജൻ ടൈറ്റ്ലർ ഡിലേസ് കോൺഗ്രസ് ലിസ്റ്റ്. ഇത് 91 കാര്യമാണ്. പിന്നെ 98 ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഡോണ്ട് ഗീവ് ടിക്കറ്റ് ടു ടൈറ്റ്ലർ, അകാലിസ് ടു ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ടൈറ്റ്ലർ. ടൈറ്റ്ലറിന് സീറ്റ് കൊടുത്ത് സിഖുകാരുടെ മുറിയിൽ ഉപ്പ് തേച്ചിരിക്കുകയാണ്. സോ എപ്പോൾ ഇലക്ഷൻ സംഭവിച്ചാലും അകാലിദളും BJP ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇതുതന്നെയാണ്. എന്നിരുന്നാലും താങ്കളുടെ പാർട്ടിയിലുള്ള അമരേന്ദർ സിംഗും ഇതുതന്നെയാണല്ലോ പറഞ്ഞത്. മേ ബി ഈ തോട്ട് പഞ്ചാബിൽ വന്നെന്നിരിക്കാം. പക്ഷെ ആഫ്റ്റർ റിസൾട്ട് എന്തായി? നത്തിങ്. അവർക്കൊരു ലാഭവും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ പെർസെപ്ഷൻ അവർ പറഞ്ഞത് തെറ്റാ. ഇക്കാര്യങ്ങളെക്കുറിച്ച് പാർട്ടിക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എന്തിനു മനസ്സിലാക്കി കൊടുക്കണം? അവർക്കെന്താ അറിയില്ലേ? ഞാൻ മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം എന്താ? ഇത് എല്ലാവർക്കും അറിയാം. ടിക്കറ്റ് കട്ട് ചെയ്തതിന് ശേഷമല്ലേ എല്ലാം നൽകിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 3 പേരും ജയിച്ചു. 94 ശേഷം വളരെ വലിയ മാർജിനിൽ ജയിച്ചു. എല്ലാ അക്കാലിസും വളരെ ശ്രമിച്ചു. ബാദൽ പൂർണ്ണമായും ഡൽഹിയിൽ വന്നിരുന്നു. മദൻലാൽ ഖുറാന വാശി പിടിച്ചു. അദ്വാനി എനിക്കെതിരായിട്ട് 20 മീറ്റിംഗ് സംഘടിപ്പിച്ചു. വാജ്പേയിയും എനിക്കെതിരെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ അവരെ റിജക്ട് ചെയ്തു. ജനാധിപത്യത്തിൽ ഇതിനേക്കാൾ വലിയ പ്രൂഫ് എന്താ വേണ്ടത്? ഇവിടെ പബ്ലിക്കാണ് സുപ്രീം. ഇന്നും ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ജനങ്ങൾ ഡിസൈഡ് ചെയ്യട്ടെ. പിന്നെ ഞാൻ ഗ്യാരണ്ടി നൽകാം, ഒരുപക്ഷെ ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ രാഷ്ട്രീയം വിടും. കാരണം ജനങ്ങളുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, ജനങ്ങൾക്കായി ജീവിക്കും. നോക്കൂ, 2005 താങ്കൾ മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ CBIയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റേസ് ചെയ്തു. പിന്നെ നാനാവധി റിപ്പോർട്ട് വന്ന സമയത്ത് താങ്കളെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്തു. പിന്നെ എന്തു പറഞ്ഞെന്ന് വെച്ചാൽ ഇത് CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അവരുടെ അടുത്തുനിന്ന് ക്ലീൻ ചിറ്റ് വന്നാൽ താങ്കളെ വീണ്ടും മന്ത്രിസഭയിൽ കയറ്റുവന്നു. മേ ബി അതൊരു വലിയ തെറ്റായിരിക്കാം. CBI ക്ലീൻ ചിറ്റ് നൽകിയതിനു ശേഷവും ഒരു റീ എലക്ഷൻ വെച്ചാൽ, ബട്ട് ആ സമയത്ത് CBI ഒന്നും ഇല്ല. നാനാവധി ഇതാണ് പറഞ്ഞത്. ഞാൻ ഗിൽറ്റി എന്ന് അവർ പറഞ്ഞില്ല. ഇതാണ് നാനാവധി NTTVയിൽ ഇന്റർവ്യൂ നൽകിയത്. കമല ജഗദീഷ് ടൈറ്റ്ലർ ക്ലീൻ. ആരെന്തു പറഞ്ഞാൽ എന്താ? 3 മാസം കൊണ്ട് നാനാവധി പറഞ്ഞു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അഫിഡവിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ, ഇദ്ദേഹത്തെ ഒന്നും ചെയ്യല്ലേ. ഒരുപക്ഷെ അഫിഡവിറ്റിൽ സത്യമുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ബുക്ക് ചെയ്യൂ. പിന്നെ അഫിഡവിറ്റ് നോക്കിയപ്പോൾ 2 പേരും ഫ്രോഡാ. പിന്നെ CBIയിൽ നിന്നും എന്താ പ്രതീക്ഷിക്കുന്നത്? ജഗദീഷ് ടൈറ്റ്ലറിന് നേരെ തെറ്റായ കുറ്റം ചുമത്തണം. താങ്കളുടെ പാർട്ടി നേതാക്കന്മാരോട് ചോദിച്ചില്ലേ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കുന്നത്? ഞാൻ വളരെ ഡിസിപ്ലിൻ ആയ പേഴ്സൺ ആണ്. എന്റെ പാർട്ടി ഒരിക്കലും എന്നെ ചോദ്യം ചെയ്യില്ല. ഐ നെവർ. എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ നൽകിയത്. Then I said party is supreme. Sonia Gandhi is supreme. Sonia Gandhi is a well political leader. ഞാൻ ഇതുവരെ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ പൊസിഷൻ ഹോൾഡ് ചെയ്തവരൊക്കെ എന്നെക്കാളും ബോൾഡായ ലോയൽ ആയിട്ടുള്ള മാൻ ആരും ഉണ്ടാകില്ല. എന്നെക്കാളും ലോയൽറ്റി ടു ദ ലാസ്റ്റ്. ഞാൻ എന്റെ കുടുംബത്തെ പോലും വിട്ടുകൊടുക്കും. പക്ഷെ സോണിയാഗാന്ധിജിയുടെ കുടുംബത്തെ വിട്ടുകൊടുക്കില്ല. ഞാൻ അങ്ങനെയുള്ള മനുഷ്യനാണ്. ഞാൻ ഒരൊറ്റ ആളായി നിന്ന് ഇന്ദിരാഗാന്ധിക്ക് സേവനം ചെയ്തു. 4 പ്രൈം മിനിസ്റ്റേഴ്സിന് വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ ഒരാളായി ഇന്ദിരാഗാന്ധിക്ക് സേവനം ചെയ്തു, രാജീവ് ഗാന്ധിക്ക് ചെയ്തു, പിന്നെ സഞ്ജയ് ഗാന്ധി, പിന്നെ സോണിയാഗാന്ധി, പിന്നെ അതുകൂടാതെ രാഹുൽ ഗാന്ധിക്കും. ആർക്കും ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അത്രമാത്രം ലോയൽറ്റി ഇതിലുണ്ട്. ഈ രാജ്യത്ത് ആര് എന്റെ എതിരെ വന്നു നിന്നാലും എനിക്കിത് പറയാൻ കഴിയും. പക്ഷെ എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത അവരെ ഞാൻ ബ്ലെയിം ചെയ്യില്ല, ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യും. ഇത് ഇക്കാലത്ത് ശരിക്കും ആശ്ചര്യമുള്ള കാര്യമാണ്. ഒരാളെ മന്ത്രിസഭയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോ, ഒരാൾക്ക് ലോക്സഭാ സീറ്റ് കൊടുക്കാത്തപ്പോ ആ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പോകാൻ 1 സെക്കൻഡ് പോലും വേണ്ട. ഇല്ലല്ല, ഞാനൊരു കാര്യം നിങ്ങളോട് വിശദീകരിച്ച് പറയാം. ലാസ്റ്റ് ടൈം എന്റെ ടിക്കറ്റ് ഡിനേ ചെയ്തപ്പോ പ്രമോദ് മഹാജൻ, ഗോഡ് ബ്ലെസ് ഹിം, ഇന്നില്ല, അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു പഞ്ചാബിൽ ഇപ്പോൾ ലീഡേഴ്സ് ആരുമില്ല, അതുകൊണ്ട് നീ വന്നേക്കെന്ന് പറഞ്ഞു. ഇത് ഫാൾസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് സത്യമാണോ ഇല്ലയോ എന്ന് ലീഡേഴ്സിനോട് ചോദിക്കും. ഇപ്പോഴും ജനങ്ങൾ എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. വലിയ ലീഡേഴ്സിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ക്ലീൻ ആണെന്നറിയാം, വന്ന് ജോയിൻ ചെയ്യൂന്ന് പറഞ്ഞു. ഐ സെഡ് നോൺസെൻസ്. ഈ പാർട്ടി എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. എന്നെ കഷ്ണങ്ങളായി മുറിച്ചു കളഞ്ഞാലും എന്റെ കയ്യിൽ കോൺഗ്രസ് കൊടിയേ ഉണ്ടാകൂ. ദാറ്റ് ഈസ് ദ വേ ഐ ആം. അതാണ് ഞാൻ. താങ്കൾ മീഡിയയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ മീഡിയ താങ്കളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ താങ്കളും മീഡിയയെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമ്മൾ തിരിച്ചു വരുമ്പോൾ ജഗദീഷ് ടൈറ്റിലറിനോട് നമ്മൾ മീഡിയ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കാം. മീഡിയ അദ്ദേഹത്തിന് എന്ത് അന്യായമാണ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം ബ്രേക്കിന് ശേഷം.
ഞാനൊരു കാര്യം തീർത്തു പറയാം, ഈ ചതിക്കുള്ള പദ്ധതി രൂപീകരിച്ചത് ആരാണെന്ന് അറിയാതെ ഞാൻ വിടില്ല. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ലൈഫ്. എനിക്ക് വീണ്ടും സീറ്റ് കിട്ടണം എന്നതിന് വേണ്ടിയല്ല. ഐ ഹാവ് ടു ലിവ് ഇൻ ഡൽഹി. ആപ്കി അദാലത്തിൽ നമ്മളിപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ലീഡറായ ജഗദീഷ് ടൈറ്റലറിനോടാണ്. ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റലറിന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ ഈ സാഹചര്യത്തിന് ഇദ്ദേഹം മീഡിയയെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ്. താങ്കൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അതായത് മീഡിയ മനഃപൂർവ്വം താങ്കളെ കരിവാരി തേക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്ന്? കാര്യം എന്താണെന്ന് വെച്ചാൽ, മീഡിയകൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ അവർക്ക് മറ്റൊരു അവകാശവുമുണ്ട്. എന്റെ വേർഷനും അവർക്ക് നൽകണം. പിന്നെ പബ്ലിക് ഡിസൈഡ് ചെയ്യട്ടെ. എന്റെ വേർഷൻ ഇതുവരെ നൽകിയിട്ടില്ല. തെളിവുകളോട്, കോർട്ട് സ്റ്റേറ്റ്മെന്റോട്, എന്റെ സ്റ്റേറ്റ്മെന്റ് കോർട്ട് പേപ്പർ കൊണ്ടുപോയി, CBI ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി അവരുടെ കയ്യിൽ നൽകി. അതിനുശേഷവും ഞാൻ പറയുന്നത് അവർ എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്താ പറയാ? എപ്പോ എന്റെ ന്യൂസ് കാണിച്ചാലും അതോടൊപ്പം 84-ൽ കത്തിയ വീടുകൾ, അതോടൊപ്പം മരിച്ച ജനങ്ങളെയും കാണിക്കും. ഏതൊരു മനുഷ്യനാണ് 25 വർഷങ്ങൾക്ക് ശേഷവും 25 വർഷങ്ങൾക്ക് മുൻപ് 3 വയസ്സുള്ള ചെറുക്കന് ഇപ്പൊ 28 വയസ്സാകും. 18 വർഷങ്ങൾക്ക് ശേഷം നോക്കൂ. ഇപ്പോൾ 84 കാണാത്ത 2 പുതിയ ജനറേഷൻ ജനിച്ചിട്ടുണ്ട്. എന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആ ജനറേഷന് മുൻപിൽ എന്നെ ഒരു ക്രിമിനലായി നിർത്തി. എന്റെ പേര് പോലും അവർ കേട്ട് കാണില്ല. ഇതെല്ലാം കണ്ടതിന് ശേഷം എന്റെ മകൾ തന്നെ എന്നോട് ചോദിച്ചു, എന്താ വെച്ചാ ഇതൊക്കെ സത്യമാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾ ഇത്രയും പേരെ കൊന്നു എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ, എന്റെ മകൾ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ അവളുടെ മക്കൾ എന്നോട് എങ്ങനെ ചോദിക്കാതിരിക്കും? പിന്നെ ദിവസവും കാണിക്കും 3-4 വില്ലൻസിനൊപ്പം. എത്ര അപമാനിക്കും എന്ന് വെച്ചാൽ അത്രയ്ക്ക് മാത്രം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, കള്ളം എന്നോടൊപ്പം അറ്റാച്ച് ചെയ്ത് ഞാൻ പറയാം, അത് എന്നോടൊപ്പം ഇങ്ങനെ കാണിച്ചാൽ നടന്നത് ഒരു മഹാവൃത്തികെട്ട കാര്യമാണ്. ഹ്യൂമാനിറ്റിയിൽ ഒരു കാലത്ത് ഹിറ്റ്ലർ ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ കാണിച്ചിട്ടുണ്ടാകും. ഗുജറാത്തിൽ മോദി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം എന്നെയും അറ്റാച്ച് ചെയ്യുകയാണ്. സത്യത്തിൽ ആരാണോ ചെയ്തത് അവരെ അറ്റാച്ച് ചെയ്യൂ. ഇത് വളരെ വിചിത്രമാണ്. പക്ഷേ ഞാൻ ഒരുപാട് മനപ്രയാസം അനുഭവിക്കുന്നു. രേഖയുണ്ടല്ലോ, വിധിയുണ്ടല്ലോ, അത് അക്സെപ്റ്റ് ചെയ്യണം. ഇതിനാണ് ജീവിതമെന്ന് പറയുക. വേറെ പലരും പറഞ്ഞിട്ടുണ്ട്, ആ പ്രസ് കോൺഫറൻസിൽ ഒരു പത്രപ്രവർത്തകൻ ചിദംബരത്തിന് നേരെ ഷൂ എടുത്തെറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടില്ലായിരുന്നു. തീർച്ചയാണ് നിങ്ങൾ പറഞ്ഞത് 100% സത്യമാണ്. തീർച്ചയായും CBI ഇത് എൻക്വയറി ചെയ്യണം. ആരാ വലിച്ചെറിഞ്ഞത്? ടെലിവിഷൻ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. മുൻപിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ ഷൂസിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു. മറ്റുള്ള ടെലിവിഷൻസ്, അതായത് ഇലക്ട്രോണിക് ടെലിവിഷൻസ് വീഡിയോ എടുത്തില്ല. മറ്റുള്ളവരാരും ഷൂട്ട് ചെയ്തില്ല. ഒരാളാ എടുത്തത്. 15 മിനിറ്റ് കൊണ്ട് CD റെഡിയാക്കി എല്ലാവർക്കും നൽകി. ആരാ ഫോൺ ചെയ്തതെന്ന് അവരുടെ ഫോൺ പോയി നോക്കൂ. ആരാ ഫോൺ ചെയ്തത്? അവർക്ക് ആരാ കാശ് നൽകുന്നത്? അവരെ കൊണ്ട് ആരാ ചെയ്യിച്ചത്? പിന്നെ ചിദംബരത്തിന്റെ നേരെ ആരാ എറിഞ്ഞത്? അവരെറിഞ്ഞത് സൈഡിൽ നിന്നാണ്. ജോർജ് ബുഷിന്റെ നേരെ എറിഞ്ഞപ്പോൾ മുഖത്തിന് നേരെ വന്നു കൊണ്ടു. പ്രസിഡന്റ് ഓഫ് കൊറിയയുടെ മുഖത്ത് നേരെ വന്നു വീണു. ഇവരാണെങ്കിൽ സൈഡിലേക്കാ എടുത്തെറിഞ്ഞത്. ഷൂ എടുത്ത് സൈഡിൽ വെച്ചിരിക്കുന്നു. പിന്നെ മീഡിയക്കാരെല്ലാം വന്ന് ആ ഷൂ കവർ ചെയ്തു. ആ ക്യാമറ വഴിയാണ് ഷൂ അങ്ങോട്ട് പോകുന്നത്. വൈനോട്ട് അവിടെ 19 ഇലക്ട്രോണിക് ക്യാമറ ഓൺ ആയി നിന്നിരുന്നു. എന്തുകൊണ്ട് അതെല്ലാം ഫോട്ടോ എടുത്തല്ല ഇത് മാത്രമാണോ എടുത്തത്? അതെന്തോ 300, എനിക്കതിന്റെ പേരൊന്നും അറിയില്ല. എനിക്കതിന്റെ ഓണർ ആരാണെന്ന് അറിയണം. ഇതാരാ ചെയ്യിച്ചത്? ഇതിലൂടെ ആ ചതി പുറത്തു വരണം. കോൺഗ്രസ് പാർട്ടിക്കെതിരായി. അല്ല, താങ്കൾക്ക് ഇതൊരു ചതിയാണെന്ന്? തീർച്ചയായിട്ടും ചതിയെന്ന് ഞാൻ പറയൂ. ആദ്യമേ ഷൂ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് റിയൽ, ഇറ്റ്സ് നോട്ട് ബീ. റിപ്പോർട്ടറാണ്, പക്ഷെ ഇവിടെയുള്ള ആളല്ല, വേറെ എവിടെയുള്ള ആളാണ്. നോട്ട് ഓൺ AICC. നിങ്ങൾക്കും അറിയാം, ജേർണലിസ്റ്റ് ഓരോ AICCക്കും ഡെലിഗേറ്റർ പവർ ഉണ്ട്. ചിലരെ AICCയിലേക്ക് പോകും. ഹി വാസ് നോട്ട് ഈവൻ ദേ. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, മീഡിയയിൽ ഒരു വ്യക്തി പോലും, അതായത് ഒരു എഡിറ്ററും ഈ ആക്ടിന് അപ്രൂവൽ നൽകിയില്ല. ചെയ്തത് വലിയൊരു തെറ്റല്ലേ? ഒരാളുടെ നേരെ ഷൂ ഒക്കെ എടുത്തെറിയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, അതും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ചതിയുള്ള കാര്യം ഞാനിപ്പോ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ആ ചതി ഞാൻ പുറത്തു കൊണ്ടുവരാതെ വിടില്ല. ഇതെന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് വീണ്ടും സീറ്റ് കിട്ടാൻ വേണ്ടിയല്ല. ഐ ഹാവ് ടു ലിവ് ഇൻ ഡൽഹി. എനിക്ക് ഒരു ഫാമിലി ഉണ്ട്. എന്റെ സ്കൂളിൽ ആയിരക്കണക്കിന് ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് എങ്ങനെയുള്ള ഇംപ്രഷൻ ആയിരിക്കും ലഭിച്ചിരിക്കുക? പൊതുവെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇലക്ഷനിൽ താങ്കൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ താങ്കളുടെ വൈഫിന് കൊടുക്കോ അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കും, അങ്ങനെയുള്ള ഓഫർ ഒന്നും വന്നില്ലേ? ഞാൻ എന്റെ ഫാമിലിക്ക് തന്നെ നൽകിയാൽ പിന്നെ കോൺഗ്രസ് കാര്യാലയം എന്ത് ചെയ്യും? കോൺഗ്രസ് വർക്കേഴ്സ് എല്ലാം പാർട്ടിക്ക് വേണ്ടി ജീവൻ നൽകുന്നവരാ. ആ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. ഞങ്ങൾ താങ്കളോട് പല രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു, പക്ഷെ താങ്കൾ എല്ലാത്തിനും കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തു.
തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കും. ജനങ്ങളത് തീരുമാനിക്കട്ടെ. പക്ഷേ ഇന്നത്തെ ആപ്കി അദാലത്തിലെ നമ്മുടെ ജഡ്ജി വിനോദ് ശർമ്മ ഈ കേസിനെ കുറിച്ച് എന്താണ് പറയാൻ പോകുന്നതെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. ഞാൻ ഇമോഷണലി വളരെ ബലഹീനനാണ്. എനിക്കൊരുപാട് ദുഃഖം താങ്ങാനാവില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് കോൺഗ്രസ് ലീഡറായ ജഗദീഷ് ടൈറ്റ്ലറാണ്. ഞാൻ അദ്ദേഹത്തോട് കലാപത്തിൽ അദ്ദേഹത്തിന്റെ പേര് വന്നതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് പാർട്ടിക്ക് തലകുനിയേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ വിനോദ് ശർമ്മയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടൈറ്റ്ലർ സാർ അദ്ദേഹത്തിൻ്റെ കേസ് നന്നായിട്ട് തന്നെ വാദിച്ചു. പിന്നെ ഈ ഒരു കാര്യം സത്യമാണ്, അതായത് CBI ഇദ്ദേഹത്തിന് ഈ അടുത്തായി ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. അത് കോർട്ട് നിർണ്ണയിക്കുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് നീതി കിട്ടണമെന്നാണ്. ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാം. ഓരോരുത്തർക്കും അവരവരുടേതായ സത്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇന്ന് എനിക്കെന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സത്യങ്ങൾ മറ്റുള്ളവർ പറയുന്ന സത്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പിന്നെ ഈ കാരണങ്ങൾ കൊണ്ട് കോർട്ട് എന്ത് തീരുമാനം എടുക്കുന്നുവോ അതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശരിക്കുമുള്ള സത്യം. പിന്നെ 28-ാം തീയതി വളരെ അടുത്ത് തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീർപ്പ് കിട്ടും. നിങ്ങളുടെ പൊതുജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ വികാരാധീനനാവുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളുടെ നേതാക്കന്മാരും ഒരുപാട് ട്രാജഡികൾ ഈ നിമിഷം വരെ അതിജീവിച്ച് വന്നവരാണ്. പിന്നെ നിങ്ങളുടെ നേതാക്കന്മാരാരും ഇതുവരെ പബ്ലിക്കായിട്ട് കരയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. സോ നിങ്ങളും ഇനി ഒരിക്കലും പബ്ലിക്കായിട്ട് കരയാൻ പാടില്ല. കാരണം നേതാക്കന്മാർ കരയുകയാണെങ്കിൽ ജനങ്ങൾ ആരെ തേടി പോകും? അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇമോഷണലി വളരെ ബലഹീനനാണ്. എനിക്കൊരുപാട് ദുഃഖം താങ്ങാനാവില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. നമസ്കാരം. താങ്ക് യു. ഇന്ന് ആപ്കി അദാലത്തിൽ ജഗദീഷ് ടൈറ്റ്ലറിന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള സന്ദർഭം ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ തന്റെ പക്കലുള്ള എവിഡൻസ് ജനങ്ങളുടെ മധ്യത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചില്ലെന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. യഥാർത്ഥ ന്യായം കോടതിയാണ് നൽകേണ്ടത്. അതിൽ നമുക്ക് തീർച്ചയായും വിശ്വാസമുണ്ട്. ആ കോടതി വിധിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ തീരുമാനം ജനങ്ങളുടെ കൈവശമാണ്. ഏറ്റവും വലിയ വിചാരണ ജനങ്ങളുടെ കോടതിയിലാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജഗദീഷ് ടൈറ്റ്ലർ സത്യസന്ധനാണോ കള്ളനാണോ എന്നുള്ളത്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.